ചേലക്കരയിൽ വർഗീയ ലഘുലേഖ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമമെന്നാണ് എഫ്ഐആർ. ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലാണ് ലഘുലേഖ പ്രചരിപ്പിച്ചത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ചേലക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വിൻ, 24 ആണ് ഈ വാർത്ത അന്ന് പുറത്തുവിട്ടത്. ഈ ലഘുലേഖ വിതരണം ചെയ്ത സംഭവത്തിൽ ആർക്കൊക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഗൂഗിൾ അല്പം കടുത്ത രീതിയിൽ തന്നെയായിരുന്നു ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ പുറത്തിറങ്ങിയ ലഘുലേഖയിലെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. മുസ്ലിം വിഭാഗത്തിനെതിരെ കടുത്ത വിമർശനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം അതിലുണ്ടായിരുന്നു. ഏറ്റവും മുനമ്പം സമരമടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ ലഘുലേഖ എന്നതും അന്ന് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതാവായ ഒരാൾ ഇതിൽ പരാതി നൽകിയിരുന്നു. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ഈ ലഘുലേഖയുടെ കോപ്പിയടക്കമാണ് പരാതി നൽകിയത്. അത് പരിശോധിച്ച ശേഷമാണ് ചേലക്കര പോലീസ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരം മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ, ലഹള ഉണ്ടാക്കാനുള്ള ശ്രമം എന്നുള്ള വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രാഥമികമായി കണ്ടെത്തേണ്ടത് ഈ ലഘുലേഖയുടെ സോഴ്സാണ്. അത് ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലാണ് ഈ ലഘുലേഖയെങ്കിലും അത് അവരുടേതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ ബി.ജെ.പിയുടെയും ഒപ്പം ന്യൂനപക്ഷ മോർച്ചയുടെയും ആളുകളെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ആരെയും പ്രതി ചേർത്തുകൊണ്ടല്ല എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മൊഴിയെടുപ്പൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ആ വർഗീയ ലഘുലേഖയിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ പോലീസ് പോവുകയാണ്. ഗൂഗിൾ ശരി, ചേലക്കരയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലാണ് ഇത്തരത്തിൽ ലഘുലേഖകൾ എത്തിയത്. ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലായിരുന്നു ആ ലഘുലേഖ. ഏതായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ആ വിഷയത്തിൽ.